എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ എല്ലാ മനുഷ്യർക്കും. നാം എല്ലാവരും മനുഷ്യരാണ്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടാൽ KSRTC ഡ്രൈവർമാർ ഒഴിച്ച് മറ്റെല്ലാവർക്കും നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. കാരണം ഈ ഒരു സാർ MVD എത്ര വർഷമായിട്ട് ഈ റോട്ടിൽ വാഹനം ഓടിക്കുന്നുണ്ട്? ഞാൻ ഈ റൂട്ടിൽ എത്ര വർഷമായിട്ട് ഓടിക്കുന്നുണ്ട്? ഈ വണ്ടി എവിടെ നിർത്തിയിരിക്കുന്നതെന്ന് നോക്കി. ഇത്രയും സ്ഥലം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബസ് ഷെൽട്ടർ ഉണ്ട്. സ്ഥിരം പ്രവണതയാണ് നിങ്ങളുടെ. സ്ഥിരമായിട്ട് റോഡിന് അടുക്ക്. ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം ബുദ്ധിമുട്ടുകയാണ് ഇങ്ങോട്ട് കടന്നു വരാനായിട്ട്. ഇത്രയും സ്ഥലമില്ല. എന്താ ഇങ്ങോട്ട് ഒതുക്കാനുള്ള ബുദ്ധിമുട്ടെന്താ? താല്പര്യമില്ല? പിന്നെന്താ ഇത്രയും സ്ഥലം ഇവിടെ കിടന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് ഒതുക്കാത്തത്? നോക്കി, നിങ്ങളുടെ വാഹനം ഇവിടെ ഒതുങ്ങി കിടക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. പിന്നെന്താ ഒതുക്കാത്ത? എന്താ അപ്പൊ നിങ്ങളുടെ ഒരു കീഴ്വഴക്ക് പോയത്, അതാണ് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ റോഡിന് നടുക്കാണ് നിർത്തിയിരിക്കുന്നത്. ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കാണില്ല. KSRTC വിവരം അറിയിക്കുകയും ചെയ്തു. ഇതുപോലെ ഇടത്ത് KSRTC ഡ്രൈവറെ ഇറക്കി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ബസ് ഒതുക്കി നിർത്താത്തത്? അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. 99% KSRTC ബസ് ഡ്രൈവേഴ്സും എങ്ങനെയാണ് റോട്ടിലൂടെ വണ്ടി ഓടിക്കുന്നത് അതുപോലെ തന്നെയാണ് അവർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിർത്തുന്നത്. കുറച്ച് ഒതുക്കി നിർത്തിയാൽ മറ്റുള്ള വാഹനം മറികടന്നു പോകും. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ പിന്നെയും ഇവർ കഷ്ടപ്പെട്ട് ഓവർടേക്ക് ചെയ്യണം. അതിനേക്കാളും നല്ലത് ആദ്യം തന്നെ ഒരു വാഹനത്തിനും കടത്തി വിടാതിരിക്കുന്നതാണ്. ഒരു ലൈറ്റ് വെഹിക്കിൾ, ഒരു കാറ് KSRTC ബസ്സിൻ്റെ പിന്നാലെ പോയി ഹോൺ അടിച്ചാൽ ഇവരൊരിക്കലും സൈഡ് കൊടുക്കൂല. ഇത് ഞാൻ വെറുതെ പറയല്ല. ഈ അടുത്തൊരു BMW കാറ് കുറുകെ വെച്ച് ചോദിക്കുന്നുണ്ട് KSRTC ബസ് ഡ്രൈവറോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ സൈഡ് തരാത്തതെന്ന്. അപ്പോൾ ആ വിവരദോഷിയായ ഡ്രൈവർ തിരിച്ച് BMW ഓടുന്ന ചെക്കനോട് പറയുന്നുണ്ട്, നീ ആരുടെ ആംബുലൻസ് ആണോന്ന്. KSRTC ബസ്സിൻ്റെ ഡ്രൈവറെ വിചാരം എമർജൻസി വെഹിക്കിൾ എന്ന് പറഞ്ഞെങ്കിൽ ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ്, ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്. സാധാരണക്കാർക്ക് ഒരിക്കലും വഴി കൊടുക്കരുതെന്നാണ്. ചിലപ്പോൾ ഈ ഒരു കാറ് ഓഫീസ് പോകുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവും. അതൊന്നും ഇവർക്കറിയണ്ട. മനസ്സിലായില്ലേ? ഇവർക്ക് കള്ളുടിച്ച് വണ്ടി ഓടിക്കാം KSRTC ബസ് ഡ്രൈവേഴ്സിന്. എല്ലാവരും അല്ല, മിക്കം ചിലരുണ്ട്. ഒരു കയ്യിൽ ഫോണും ഫോൺ സംസാരിക്കാം. അതും 40-50 ആൾക്കാരുടെ ബസ്സിൽ. ഒരു കയ്യിൽ സ്റ്റെയറിങ്ങും, 2 ഒരു കയ്യിൽ ചാറ്റാക്കാം മൊബൈലിൽ. ഇതിനൊന്നും നടപടിയില്ല. 100% ഇവരെ ഭാഗത്താണ് തെറ്റ്. ഇവർ പോയി ഒരു ബസ്സിന് ഇടിച്ചു കഴിഞ്ഞാൽ നടപടിയെടുക്കുന്നത് പ്രൈവറ്റ് ബസ്സിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പേരിൽ MVD പോയിട്ട് നടപടിയെടുക്കുന്നത്. ചെങ്ങന്നൂരിൽ അപകടമുണ്ടാക്കിയത് KSRTC ബസ്. അതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. പക്ഷേ നിയമ നടപടിയെടുത്തത് പ്രൈവറ്റ് ബസ്സിനെതിരെ. വിചിത്രമായ നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അപകടവുമായി യാതൊരു വിധത്തിലും ആ ടൂറിസ്റ്റ് ബസ്സിന് ബന്ധമില്ല എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ടൂറിസ്റ്റ് ബസ്സിന് എതിരായ നടപടിയാണ്. അത് ചെറിയ നടപടിയുമല്ല. ബസ്സിന്റെ ഫിറ്റ്നസ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു. എന്തായാലും കൊള്ളാം. KSRTC ബസ് ഇങ്ങോട്ട് വന്ന് ഇടിച്ചാലും കേസ് എടുക്കുന്നത് ഇടി കൊണ്ടവൻ. നമ്മളെല്ലാം ഗേറ്റിന് മുന്നേ പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയുന്ന ബോർഡ് വെക്കുന്നത് പോലെ MVD സാറുമാർ റോഡിന്റെ അരികത്തെല്ലാം ബോർഡ് വെക്കണം, KSRTC ബസ് കൊണ്ട് സൂക്ഷിക്കണോ. KSRTC ബസ്സിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ പേരിൽ നടപടി എടുക്കുന്നില്ല. ഒരു ആൾ പുതിയതായിട്ട് ലൈസൻസ് എടുത്ത് 2 വർഷത്തിനുള്ളിൽ 6 അപകടം ഉണ്ടാക്കിയാൽ പിന്നെ ഇന്ത്യയിൽ എവിടുന്ന് അവന് ലൈസൻസ് എടുക്കാൻ പറ്റില്ല എന്ന നിയമം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഈയിടെ പറയുന്നുണ്ടായി. മനസ്സിലായില്ലേ? അതേ സ്ഥാനത്ത് KSRTC ബസ് ഡ്രൈവേഴ്സ് നിയമലംഘനം പാലിച്ചാൽ
പിഴ അവരെ പേരിൽ ചുമത്തിയിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അവർ ശമ്പളം കട്ട് ചെയ്യും എന്നൊരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഡ്രൈവർമാർ കുറച്ച് നന്നായേനെ. മനസ്സിലായില്ലേ? അധികം ദൂരം പോകണ്ട. ഇന്നലെ ഫറൂഖ് പാലത്തിൽ KSRTC ബസ് അപകടം സംഭവിച്ചു. കൊണ്ടോട്ടിയിലുള്ള ഒരാളാണ് മരണപ്പെട്ടത് അപകടത്തിൽ. എന്ത് നടപടിയുണ്ടായി? ആ കുടുംബത്തിന് പോയി, ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട്. മനസ്സിലായില്ലേ? മഴക്കാലാണ്, പതുക്കെ പോകണം എന്നത് അറിയാഞ്ഞിട്ടല്ല. ഒന്നിക്കലും കുത്തി നിർത്തും, അതങ്ങനെ കൊന്നിട്ട് നിർത്തും. ഇതാണ് KSRTC ബസ് ഡ്രൈവേഴ്സ്. ഇത് ഒരു മീഡിയയും പറയല. ശ്രീകണ്ഠൻ നായർ ബ്ലോക്കിൽപ്പെട്ട പ്രൈവറ്റ് ബസ്സിനെ പറ്റി പറഞ്ഞു. ഇന്നലത്തെ അപകടത്തിനെ പറ്റി എവിടെ പറയുന്നു? ഇതുവരെ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആരും ഇവർക്കെതിരെ പറയാനില്ല. ഇവർക്കെതിരെ നിയമ നടപടി എടുക്കാൻ ഇവിടുത്തെ സർക്കാരും അതില്ലെങ്കിൽ നിയമ ഉദ്യോഗസ്ഥരും ഇല്ല. പിന്നെ ഇവരാരെ പേടിക്കാനാണ്? ഇന്നലെ നടന്ന അപകടം 25/7/2025. ആ ശാശയിലേക്ക് വിളിച്ചടാ. അള്ളന്റെ മോനെ എടാ വലിച്ചെടുക്കടാ. ഇന്നലെ നടന്ന അപകടം അതൊരു പ്രൈവറ്റ് ബസ്സായിരുന്നെങ്കിൽ ആ ബസ് പൊളിക്കാൻ വരെ ആൾക്കാരുണ്ടായേനെ, ഡ്രൈവറെ തല്ലാൻ ആൾക്കാരുണ്ടായേനെ. മനസ്സിലായില്ലേ? ഇവരെ പ്രൈവറ്റ് ബസ്സിൻ്റെ കൊടുക്കുന്ന അതേ സ്വാതന്ത്ര്യം മാത്രം സർക്കാർ ബസ്സിന് കൊടുത്തിരുന്നെങ്കിൽ ഇവർ നന്നായനെ. ഇവർക്ക് മുൻഗണന കൂടുതലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാർ കൊല്ലാനോ? 90% KSRTC ഡ്രൈവേഴ്സിനും ഡ്രൈവിങ്ങേ അറിയില്ലാന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? ഇവർ പോകുന്ന പോക്ക് അങ്ങനെയാണ്. 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ കൂട്ടുകാരന് സ്കൂട്ടിയിൽ പോവാണ്. അവൻ്റെ സ്കൂട്ടി ഓടിച്ച ഞാനാണ്. മനസ്സിലായില്ലേ? ഒരു KSRTC ബസ് ഒരു ലോറിനെ മറികടന്ന് ഞങ്ങൾ നെഞ്ചത്തോട്ടാണ് കയറാൻ വന്നത്. 2 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ മണ്ണിലേക്ക് എടുത്ത് പുറത്തിട്ടത്. അങ്ങനെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ മണ്ണിൻ്റെ അടിയിൽ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ കൂട്ടുകാരൻ രണ്ടുപേരും എൻ്റെ നാട്ടിൽ, ഒരേ നാട്ടിൽ അപ്പുറത്തെ വീട്ടിൽ 2 മയ്യത്ത് കിടന്നേനെ. മനസ്സിലായില്ലേ? ഇതാണ് KSRTC ബസ്സിൻ്റെ ഡ്രൈവേഴ്സ്. ഇവരുണ്ടാക്കിയ അപകടത്തിന് കണക്കും കഴിയില്ല, പക്ഷെ ആരൊന്നും പറയാനില്ല. ഇവർക്കത് എന്ത് നടക്കും? നടപടിയുമില്ല. മനസ്സിലായില്ലേ? കയറുന്നെങ്കിൽ പണിക്ക് കയറുന്നുണ്ടെങ്കിൽ KSRTCയിൽ ബസ്സിൻ്റെ ഡ്രൈവറായിട്ട് കയറണം. ധൈര്യത്തിലെ ബസ് ഓട്ടം. അപകടം സംഭവിച്ചാലും പ്രശ്നമില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി പറയണം ഇന്നലത്തെ അപകടത്തിൽ എന്ത് നിയമ നടപടിയാണ് എടുത്തതെന്ന് ആ ഡ്രൈവറിനെതിരായിട്ട്. കാരണം ആ ഫറൂഖ് പാലത്തിൽ സിംഗിൾ ലൈനാണ് ഉള്ളത്. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ അപകടം നടന്നു? നിയമം പാലിച്ചിട്ടാണ് ആ ഡ്രൈവർ ബസ് ഓട്ടിയതെങ്കിൽ എങ്ങനെ അപകടം നടന്നു? ആ കുടുംബത്തിന് ആരാണ് ഇനി അത്താണി? ആരാണ് സമാധാനം കൊടുക്കുക? ആരാണ് ആശ്രയം? ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ഗതാഗത മന്ത്രി തന്നെയാണ്. കാരണം ഗതാഗത മന്ത്രി കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് KSRTC ബസ്സിൻ്റെ ഡ്രൈവേഴ്സിന് ഉള്ള ഏറ്റവും വലിയ ധൈര്യം. എന്ത് സംഭവിച്ചാലും ഗണേഷ് കുമാർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന ധൈര്യം. അതല്ലെങ്കിൽ തിരുത്തി കാണിക്കണം. ഒരിക്കലും ഞാനില്ല, നിയമത്തിൻ്റെ വഴിയിലേക്ക് പോകും. അപകടം നടത്തിയ ആ ഒരു ഡ്രൈവറിൻ്റെ മേൽ ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. എടുത്ത് കാണിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ.
ഒരു വാഹനം റോട്ടിലിറങ്ങിയാൽ അതിന് എത്ര വലിയ വാഹനമാണെങ്കിലും ചെറിയ വാഹനമാണെങ്കിലും നിയമം അനുസരിച്ചിട്ടേ ഓട്ടാൻ പറ്റും. പ്രത്യേകിച്ച് പാലത്തിലൊന്നും ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? മുൻഗണന ഉള്ളത് ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ്. വേറെ ഒരു വെഹിക്കിളിനും ഒരു മുൻഗണനയില്ല. KSRTC ബസ്സാണെങ്കിലും ശരി, സ്കൂൾ ബസ്സാണെങ്കിലും ശരി, പ്രൈവറ്റ് ബസ്സാണെങ്കിലും ശരി, ടൂറിസ്റ്റ് ബസ്സാണെങ്കിലും ശരി. മനസ്സിലായില്ലേ? നിയമം പാലിച്ചിട്ട് വേണം ഓടിക്കാൻ. ട്രാഫിക് റൂൾസ് എന്തിനാണ് പിന്നെ? സീബ്ര ലൈനിൽ ആര് നിർത്തുന്നുണ്ട്? ആരും നിർത്തലില്ല. മനസ്സിലായില്ലേ? എല്ലാം നിയമം മാറണം. എല്ലാവർക്കും ഫൈൻ കൊടുക്കണം. അപ്പം നന്നാവും. ശമ്പളം പിടിക്കണം. KSRTC ബസ്സിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ ശമ്പളം പിടിക്കണം, PA കൊടുക്കണം, എന്നിട്ട് ശമ്പളം കട്ട് ചെയ്യണം. അപ്പം നന്നാവും. മനസ്സിലായി? KSRTC ഡ്രൈവർ പേരിൽ ഇനി എന്ത് നടപടി എടുത്താലും പോയ ജീവൻ പോയി, അത് തിരിച്ചിട്ടാല. ഒരു നാൾ KSRTC ഡ്രൈവേഴ്സ്മാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു ദിവസം നിങ്ങളെ സ്വന്തം കുടുംബത്തിൻ്റെ നെഞ്ചത്തോട്ടേക്ക് കയറ്റും വണ്ടി. അന്നേ മനസ്സിലാവും നിങ്ങൾക്ക് ജീവൻ്റെ വില എന്താണെന്ന്. എല്ലാ ഹെവി വെഹിക്കിൾ ഡ്രൈവേഴ്സിനോടും, നിങ്ങൾ ഇത്രയും വില വണ്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അപകടമാകുന്ന രീതിയിൽ നിങ്ങൾ വണ്ടി ഓട്ടിയാൽ മറ്റുള്ള വാഹനത്തിന് മാത്രമാണ് കേട്. നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ അത്രയും സുരക്ഷിതമായിട്ട് ഉള്ളിലുള്ളതാണ്. നിങ്ങൾക്ക് എന്താ അപകടമുള്ളത്? ഇപ്പോൾ KSRTC ഡ്രൈവറിന് എന്ത് സംഭവിച്ചിന്? പരിക്കേറ്റാം? ഒന്നും സംഭവിക്കാതെ നിങ്ങൾ നെഞ്ചത്തോട്ട് കയറ്റാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ജീവൻ്റെ വില മനസ്സിലാണെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നൊന്ന് പോകണം. അന്നേരം മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ്.